നിങ്ങളുടെ വീടിന് ചുറ്റും പെട്ടെന്ന് വളരെ വിഷമുള്ള ഒരു പുക പടർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യും? വെൽക്കം ടു ഐസി മൂവീസ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എ ബർത്ത് ഡേ എന്ന മൂവിയാണ്. പാരീസിലൊരു ഭൂമി കുലുക്കം സംഭവിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവിടെയുള്ള കറണ്ട് എല്ലാം കട്ടായിപ്പോയി. ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ മാത്യു വെളിയിലേക്ക് ഇറങ്ങി. വളരെ പേടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് മാത്യു അവിടെ കണ്ടത്. വളരെ വിഷമേറിയ ഒരു പുക അവിടെ ആകെ പടരാൻ തുടങ്ങി. പുക ശ്വസിച്ചവരാട്ടെ മരിച്ചു വീഴാൻ തുടങ്ങി. എല്ലാവരും അവരുടെ ജീവനം കൊണ്ട് ഓടുകയാണ്. മാത്യുവും ഓടി. മാത്യു ഓടിയത് നേരെ അവന്റെ വീട്ടിലേക്കായിരുന്നു. അവിടെ ചെന്ന് തന്റെ ഭാര്യ അന്നയെ കണ്ടതും ഈ കാര്യമെല്ലാം അറിയിച്ചു. അവർ രണ്ടുപേരും തിരക്കിട്ട് ഓടാൻ തുടങ്ങി. അവര് പോയത് തന്റെ അടുത്ത് താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലെ വയസ്സായ 2 ദമ്പതികളുടെ അടുത്തേക്കായിരുന്നു. പെട്ടെന്ന് അവരുടെ വാതിലിലേക്ക് മുട്ടി. അവർ തുറന്നതും ഈ 2 ദമ്പതികളും താഴെ നടക്കുന്ന കാര്യമൊന്നും അറിയാതിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അന്നയും മാത്യുവും കൂടെ ആ ബാൽക്കണിയിലേക്ക് താഴേക്ക് നോക്കിയതും ഞെട്ടിപ്പോയി. കാരണം ആ സിറ്റി മൊത്തവും പുകയാൽ മുങ്ങി നിൽക്കുകയായിരുന്നു. അവിടേക്ക് ഒരു ഹെലികോപ്റ്റർ പോകുന്നതും അവർ കണ്ടു. ഈ പുക എവിടെയൊക്കെ പടർന്നെന്ന് അറിയാൻ വേണ്ടി പെട്ടെന്ന് തന്നെ മാത്യു ആ വീടിന്റെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. അപ്പോഴാണ് അവൻ ആ സത്യം അറിയുന്നത്. ആ എൻ്റയർ സിറ്റിയും പുക കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ മാത്യു താഴേക്ക് ഇറങ്ങി ആ പുക പരിശോധിച്ച് നോക്കാൻ തുടങ്ങി. അതിനാകട്ടെ ഒരു മണമോ ഒന്നും കാണുന്നില്ല. മാത്യുവും അന്നയും അവിടെ സേഫ് ആയിരുന്നു. എന്നാൽ അവരുടെ മകളാകട്ടെ ഒരിടത്ത് പെട്ട് കിടക്കുകയാണ്. കാരണം ആ കുട്ടിക്ക് ഒരു റെയർ അസുഖമുള്ളതിനാൽ തന്നെ ആ കുട്ടിക്ക് വെളിയിലോട്ട് വരാൻ കഴിയില്ല. ഒരു ക്യാപ്സ്യൂൾ പോലത്തെ റൂമിലാണ് ആ കുട്ടി താമസിക്കുന്നത്. വളരെ ക്ലീൻ ആയിട്ടുള്ള എയർ മാത്രമേ ആ കുട്ടിക്ക് ശ്വസിക്കാൻ കഴിയൂ. ആ ക്യാപ്സ്യൂളിൽ ആ കുട്ടി താമസിക്കുന്നത് തന്നെ ആ ക്യാപ്സ്യൂളിന് എയർ ഫിൽട്ടർ ചെയ്യാൻ കഴിയുന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രമാണ്. കറണ്ട് പോയതിനാൽ തന്നെ ആ ക്യാപ്സ്യൂളിനകത്തുള്ള പവറും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജനറേറ്ററിലാണ് ആ ക്യാപ്സ്യൂൾ വർക്ക് ചെയ്യുന്നത്. അതും അധികം നേരം നിൽക്കത്തതുമില്ല. അന്നയും മാത്യുവും ആകെ കുഴഞ്ഞു. കാരണം പെട്ടെന്ന് തന്നെ ആ ക്യാപ്സ്യൂളിന്റെ ബാറ്ററി മാറ്റണം. ഇല്ലെങ്കിൽ ആ ക്യാപ്സ്യൂളിന്റെ പ്രവർത്തനം നിന്നു പോകും. സെക്കൻഡ് ഫ്ലോറിലാണ് മാത്യുവിന്റെയും അന്നയുടെയും മകൾ ഇരിക്കുന്നത്. ആ ഫ്ലോറിലേക്ക് പോയി ബാറ്ററി മാറ്റാൻ ഏകദേശം 4 മിനിറ്റെങ്കിലും വേണ്ടിവരും. 4 മിനിറ്റ് വരെ ശ്വാസം അടക്കി പിടിക്കാൻ മാത്യുവിന് കഴിയില്ലെന്ന് ഉറപ്പാണ്. പെട്ടെന്നാണ് മാത്യു അത് ഓർത്തത്. തന്റെ വീടിന്റെ 5ാമത്തെ നിലയിൽ താമസിക്കുന്ന ആളുടെ കയ്യിൽ ഓക്സിജൻ സിലിണ്ടറും മാസ്കുമുള്ള കാര്യം. ശ്വാസം മടക്കി പിടിച്ച് ഒരു പൈപ്പിലൂടെ താഴേക്കിറങ്ങി ജനലും പൊളിച്ച് വീടിനകത്തേക്ക് കയറിയ മാത്യു കാണുന്നത് ആ വീടിന്റെ ഓണർ അവിടെ മരിച്ച നിലയിൽ കിടക്കുന്നതാണ്. പിന്നെ മാത്യു അവിടെ ഓക്സിജൻ സിലിണ്ടർ കാണുകയും ആ മാസ്ക് എടുത്ത് അവൻ ധരിക്കുകയും ചെയ്തു. 2 ഡീപ് ബ്രീത്ത് എടുത്തതിന് ശേഷം മാത്യു ആ സിലിണ്ടറുമായിട്ട് അവിടുന്ന് പോകാൻ തുടങ്ങി. പെട്ടെന്നാണ് ഒരു പട്ടി കുരയ്ക്കുന്നത് മാത്യു കേൾക്കുന്നത്. മാത്യു ഓടിപ്പോയി ആ കതവ് തുറന്നതും ആ പട്ടി അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് മാത്യു കണ്ടു. എന്നാൽ ആ പട്ടിയുടെ അമ്മയാകട്ടെ അവിടെ മരിച്ചു കിടക്കുന്നു. മാത്യുവിന് മനസ്സിലായി ഈ പട്ടിക്ക് പുകയിൽ ജീവിക്കാൻ കഴിയുമെന്നത്. മാത്യു പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി തന്റെ മോളുടെ ക്യാപ്സ്യൂളിലെ ആ ബാറ്ററി ചേഞ്ച് ചെയ്യുകയാണ്. എന്നിട്ട് എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് മകളെ സമാധാനിപ്പിക്കുകയാണ്. പെട്ടെന്ന് തന്നെ മാത്യു സിലിണ്ടറും ധരിച്ച് വെളിയിലേക്ക് ഇറങ്ങി. എന്താണ് അവിടെ നടക്കുന്നതെന്ന് അവൻ അറിയണമായിരുന്നു. അവിടെ ആകട്ടെ കുറെ പട്ടാളക്കാർ മരിച്ചു കിടക്കുന്ന ആൾക്കാരെയെല്ലാം അവിടുന്ന് മാറ്റുകയായിരുന്നു. പട്ടാളക്കാർക്കും അറിയില്ല എവിടെ നിന്നാണ് ഈ പുക വരുന്നതെന്ന്. ആ പട്ടാളക്കാരൻ മാത്യുവിന് ഒരു നല്ല മാസ്ക് കൊടുത്തു. എന്നിട്ട് അവനെ വിളിച്ച് നീ ഞങ്ങളെ കൂടെ പോരുന്നു. എന്നാൽ മാത്യു പറഞ്ഞു ഇല്ല, ഞാൻ വരുന്നില്ല, എന്റെ കുടുംബം ഇവിടെ ഉണ്ടെന്ന് മാത്യു പറഞ്ഞു. അത് കേട്ടതും ആ സോൾജർ മാത്യുവിന് ഒരു എക്സ്ട്രാ മാസ്കും സിലിണ്ടറും കൊടുത്തു. പുക ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്ന് 2 പേർക്ക് മനസ്സിലായി. അവർ തറയിലത്തെ ആ പുകയുടെ ലെവല് മാർക്ക് ചെയ്യുകയാണ്. ശരിക്കും പെട്ട അവസ്ഥയിലാണ് മാത്യുവും തന്റെ കുടുംബവും. കാരണം പെട്ടെന്ന് തന്നെ ആ വീട് മുഴുവനും പുക കൊണ്ട് നിറയും. എങ്ങനെ അവരവിടുന്ന് രക്ഷപ്പെടുമെന്ന് അവർ ആലോചിക്കുകയാണ്. പിറ്റേ ദിവസവും അവർ വെളിയിലേക്ക് ഇറങ്ങി നോക്കി എന്തെങ്കിലും മാറ്റമുണ്ടോന്ന് അറിയാൻ. എന്നാൽ ഒരു മാറ്റവും അവിടെ സംഭവിച്ചിട്ടില്ല. അന്നയെ മാത്യു തീരുമാനിച്ചു ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ഈ വീടും പുക കൊണ്ട് നിറയും. അന്നയുടെ മാത്യുവിന്റെയും ഒരു സുഹൃത്ത് ഒരു കുന്നിന്റെ മുകളിൽ താമസിക്കുന്നുണ്ട്. അവിടേക്ക് പോകാനാണ് അവർ തീരുമാനിച്ചത്. തന്റെ സുഹൃത്തിന്റെ കുട്ടിയും ഇതേ അസുഖമുള്ളതായിട്ട് മാത്യു പറയുന്നു. അതിനാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്റെ മകളും നല്ല രീതിയിൽ തന്നെ അവർക്ക് താമസിക്കാൻ കഴിയുമെന്ന് മാത്യു ഉറപ്പിച്ചു. എന്നാൽ തന്റെ മകളെ ഇവിടുന്ന് കൊണ്ടുപോകണമെങ്കിൽ ഒരു സീൽഡ് ആയിട്ടുള്ള സ്യൂട്ട് വേണമെന്ന് മാത്യുവിന് അറിയാമായിരുന്നു. ഡൗൺ ടൗൺ ലാബിലാണ് ആ സ്യൂട്ട് ഉള്ളതെന്ന് അവർക്കറിയാം. അതിനാൽ ആ കപ്പിൾസ് ഡൗൺ ടൗൺ ലാബിലേക്ക് പോയി. എന്നാൽ പോകുന്ന വഴിക്ക് ഒരു പട്ടിയെ കാണുകയാണ്. ആ പട്ടി അവരെ ഓട്ടിക്കാൻ തുടങ്ങി. അന്നയും മാത്യു നിൽക്കാതെ തന്നെ ഓടാൻ തുടങ്ങി. എന്നാൽ ആ പേയ് പിടിച്ച പട്ടി അവരുടെ പിറകെ തന്നെ ഉണ്ടായിരുന്നു. പുക കാരണം അവർക്കൊന്നും കാണാൻ കഴിയില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ മാത്യു അവിടെ തട്ടിയൊഴി വെള്ളത്തിലേക്ക് വീഴുകയാണ്. എന്നാൽ ആ പട്ടിയാകട്ടെ അന്നയുടെ പിറകെ ഓടാൻ തുടങ്ങി. അന്നയാകട്ടെ ഒരു ബസ്സിനുള്ളിലേക്ക് കയറി. ഇത് കണ്ട പട്ടിയും കൂടെ കയറി. പട്ടി അവിടുത്തെ ഒരു സൂട്ട് കേസിൽ അതിന്റെ ബെൽറ്റ് ഉടക്കിയത് അവിടെ പെട്ടുപോയിരുന്നു. ഇത് കണ്ടതും അന്ന അവിടുന്ന് രക്ഷപ്പെട്ടു. അന്നയ്ക്ക് തന്റെ ഹസ്ബൻഡിനെ കണ്ടുപിടിക്കണമെന്നുണ്ടായിരുന്നു. എന്നാലും അവർക്ക് ആ സ്യൂട്ട് വേണമെന്നുള്ള കാര്യം ഓർത്തതും അന്ന പെട്ടെന്ന് തന്നെ ഡൗൺ ടൗണിലെ ലാബിലേക്ക് പോയി. പുക ഉയരുന്നതിന് മുമ്പ് തന്നെ തന്റെ കുട്ടിയെ പെട്ടെന്ന് തന്നെ രക്ഷിക്കണമെന്ന് അന്ന തീരുമാനിച്ചു. പെട്ടെന്ന് തന്നെ മാത്യു വെള്ളത്തിൽ നിന്നും കയറി വന്നു. കുറച്ചു സമയത്തിന് ശേഷം അന്നയും മാത്യുവും കണ്ടുമുട്ടി. അവർ ആ ലാബ് കണ്ടുപിടിച്ചു. അങ്ങനെ അല്പസമയത്തെ തിരിച്ചലിന് ശേഷം അവർക്ക് ആ സ്യൂട്ട് കിട്ടി. എന്നാൽ അവർ തിരിച്ചു പോകുന്ന വഴിക്ക് പെട്ടെന്ന് തന്നെ അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുകയാണ്. മാത്യുവിന്റെ ദേഹത്താട്ടെ തീ പിടിച്ചു. അന്ന പെട്ടെന്ന് തന്നെ അവിടെ ഇരിക്കുന്ന ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷൻ വെച്ച് മാത്യുവിന്റെ ദേഹത്തെ തീയെല്ലാം അണച്ചു. എന്നാൽ പെട്ടെന്നുണ്ടായ തീയിൽ മാത്യുവിന്റെ ഓക്സിജൻ ട്യൂബ് കത്തിയിരുന്നു. അതിനാൽ ഓക്സിജൻ ലീക്ക് ആവാൻ തുടങ്ങി.
അവർക്ക് വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല, കാരണം രണ്ടുപേരും ഒരു ഓക്സിജൻ തന്നെ ഷെയർ ചെയ്യണമായിരുന്നു. രണ്ടുപേരും ആ സ്യൂട്ടുമായിട്ട് ആ ലാബിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് പോയി. കുറച്ചു നേരം അവിടെ നിൽക്കാമെന്ന് അവർ തീരുമാനിച്ചു. ആ തീ അപകടത്തിൽ മാത്യുവിന്റെ സ്കിന്ന് നല്ല രീതിയിൽ തന്നെ പൊള്ളിയിരുന്നു. അതിനാൽ പെട്ടെന്ന് തന്നെ അന്ന അവിടേക്ക് മുറി വെച്ച് കെട്ടാൻ തുടങ്ങി. ഷോർട്ട് ബ്രേക്ക് എടുത്തതിന് ശേഷം അന്നയും മാത്യുവും തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. എന്നാൽ ആ ഓക്സിജൻ സിലിണ്ടറിലെ ഓക്സിജന് ഇരുവരെയും വീട്ടിലെത്തിക്കാൻ കഴിയില്ലായിരുന്നു, കാരണം അതിൽ ഓക്സിജൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ടത് മാത്യു പറഞ്ഞു, അന്നെ നീ ഈ സ്യൂട്ടുമായിട്ട് മകളുടെ അടുത്തേക്ക് പോകും, ഞാനങ്ങ് വന്നേക്കാം. എനിക്ക് മനസ്സിലായി മാത്യുവിനെ അവിടെ എത്തിച്ചേരാൻ പറ്റില്ലെന്ന്. അന്നയ്ക്ക് ഒട്ടും കഴിയില്ലായിരുന്നു മാത്യുവിനെ അവിടെ ഇട്ടിട്ട് പോകാൻ. എന്നാൽ മകളെ രക്ഷിക്കണമെന്നുള്ള കാര്യം ഓർത്തപ്പോൾ അന്ന പോകാൻ തീരുമാനിച്ചു. ഒട്ടും സമയം കളയാതെ അന്ന ആ സ്യൂട്ടുമായിട്ട് പോയി. ഇതേ സമയം മാത്യു ആകട്ടെ ആ ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് കയറുകയായിരുന്നു. ആ റൂഫ് ടോപ്പിലൂടെ വീട്ടിലേക്ക് എത്താമെന്നായിരുന്നു മാത്യുവിന്റെ പ്ലാൻ. പെട്ടെന്നാണ് മാത്യു അത് കാണുന്നത്. ഒരു റൂഫ് ടോപ്പിലുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിറച്ചും രക്തം കിടക്കുന്നത്. അവിടെ ഒരു കൊലപാതകം നടന്നതായി മാത്യുവിന് മനസ്സിലായി. മാത്യു അവിടെ എല്ലാം പരിശോധിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് മാത്യു അത് കാണുന്നത്. ഒരു സൈഡിലായിട്ട് കുറച്ച് ആഹാരവും ഒരു ഓക്സിജൻ സിലിണ്ടർ ഇരിക്കുന്നതും മാത്യു കണ്ടു. പെട്ടെന്ന് മാത്യു ആ ഓക്സിജൻ സിലിണ്ടർ എടുത്തു. ആ സിലിണ്ടറും എടുത്ത് വീട്ടിലേക്ക് പോകാനൊരുങ്ങിയ മാത്യു കാണുന്നത് ഒരു പോലീസ്മാൻ നടന്നു വരുന്നതായിട്ടാണ്. അപ്പം മാത്യുവിന് മനസ്സിലായി ആ സിലിണ്ടർ ആ പോലീസിന്റെ ആണെന്ന്. മാത്യുവിന് മനസ്സിലായി ആ പോലീസുകാരൻ തന്നെയും കൊല്ലുന്നു. ഇതറിഞ്ഞത് മാത്യു പതിയെ ആ സിലിണ്ടർ ഓപ്പൺ ചെയ്തിട്ട് ആ മാസ്കും ധരിച്ച് അയാളുമായിട്ട് ആ പുകയിലേക്ക് എടുത്ത് ചാടി. വീണ വീഴ്ചയിൽ പോലീസുകാരൻ ആ ഗണ്ണെടുക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് ആ ശ്വാസം മുട്ടി അദ്ദേഹം മരിക്കുകയാണ് ചെയ്തത്. ഇതേ സമയം അന്ന വീട്ടിലേക്ക് ഓടുകയായിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ അന്നയുടെ ഓക്സിജൻ തീർന്നു തുടങ്ങി. അന്ന തന്റെ മാസ്ക് ഊരി കളഞ്ഞിട്ട് ശ്വാസം മടക്കി പിടിച്ചുകൊണ്ട് റൂമിലേക്ക് ഓടി. പെട്ടെന്ന് തന്നെ അന്ന വീടിന്റെ മുകളിലേക്ക് എത്തി ആ ബോക്സ് ഓപ്പൺ ചെയ്തു. ആ സ്യൂട്ടാകട്ടെ ആകെ കത്തിക്കരിഞ്ഞിരുന്നു. ഈ സ്യൂട്ട് ഇല്ലാതെ അന്നയുടെ മകൾക്ക് ഒരിക്കലും അവിടുന്ന് പോകാൻ കഴിയില്ലെന്ന് അന്നയ്ക്ക് അറിയാമായിരുന്നു. ഇത് അന്നയിൽ വളരെയധികം വിഷമം ഉണ്ടാക്കി. ഇതേ സമയം ആ സീൽഡ് ക്യാപ്സ്യൂളിലാകട്ടെ പവർ കുറഞ്ഞുകൊണ്ടേയിരുന്നു. അന്നയ്ക്ക് പെട്ടെന്ന് തന്നെ അവിടുത്തെ ബാറ്ററി മാറ്റണമായിരുന്നു. അന്ന ഒന്നും നോക്കാതെ അവിടേക്ക് ഓടി. മാസ്ക് ഇല്ലാത്തതിനാൽ അന്ന ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് ആ പുകയിലേക്ക് ഓടി. ഇതേസമയം ആ സീൽഡ് ക്യാപ്സ്യൂളിനുള്ളിലെ ബാറ്ററി തീർന്നിരുന്നു. പുക അകത്തേക്ക് കയറാൻ തുടങ്ങി. എന്നാൽ കറക്റ്റ് സമയത്ത് തന്നെ അന്ന അവിടെ എത്തി ബാറ്ററി ചേഞ്ച് ചെയ്തു. ക്യാപ്സ്യൂൾ റീബൂട്ട് ആയതും അതിനകത്തുള്ള ആ എയർ എല്ലാം ആ ക്യാപ്സ്യൂൾ തന്നെ പുറത്തേക്ക് കളഞ്ഞു. അന്നയുടെ മകളായിട്ടുള്ള സാറ് ചോദിച്ചു, എന്തുകൊണ്ടാണ് അമ്മ മാസ്ക് ധരിക്കാത്തത്? എന്നാൽ അന്നയാകട്ടെ ഒന്നും പറയാതെ പെട്ടെന്ന് തന്നെ തറയിലേക്ക് വീണു. കുറച്ചു സമയം കഴിഞ്ഞതും മാത്യു തന്റെ മകളുടെ അടുത്തേക്ക് വന്നു. അപ്പോഴാണ് മകൾ കാര്യമെല്ലാം മാത്യുവിനോട് പറയുന്നത്. പെട്ടെന്ന് തന്നെ മാത്യു മുകളിലേക്ക് ഓടി. എന്നാൽ മാത്യു കാണുന്നത് തന്റെ ഭാര്യ ആ പടിയിൽ മരിച്ചു കിടക്കുന്നതായിട്ടാണ്. തന്റെ മകളെ രക്ഷിക്കാൻ വേണ്ടി തന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം അന്ന ചെയ്തിരുന്നു. സാറ് തന്റെ അമ്മയെക്കുറിച്ച് മാത്യുവിനോട് തിരക്കി. എന്നാൽ മാത്യുവിന് മറുപടി പറയാൻ കഴിയില്ലായിരുന്നു. അവിടുന്ന് രക്ഷപ്പെടാനുള്ള റൂട്ട് പ്ലാൻ ചെയ്യാൻ തുടങ്ങി. വീണ്ടും ഒരു ഭൂമി ഉലുക്കമുണ്ടായി. ആ പുക അവിടെ വീണ്ടും ഉയരാൻ തുടങ്ങി. പെട്ടെന്ന് പുക ഉയരുന്നത് കണ്ട മാത്യു പറഞ്ഞു, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം. താൻ വരുന്ന വഴിക്ക് ഒരു സ്യൂട്ട് ഒരു വണ്ടിയിൽ കിടക്കുന്നതായി മാത്യു കണ്ടിരുന്നു. മാത്യു പറഞ്ഞു, ഞാൻ അത് പോയി എടുത്തിട്ട് വരാം, എല്ലാവരും ഇവിടെ അപ്പോഴത്തേക്ക് റെഡിയായിരിക്കാൻ പറഞ്ഞു. വയസ്സായ അദ്ദേഹം പറഞ്ഞു, ഈ അപ്പാർട്ട്മെന്റ് വിട്ട് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും വരാൻ കഴിയില്ല, കാരണം ഇതാണ് ഞങ്ങളുടെ സ്വർഗമെന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ ഞങ്ങളുടെ മരണത്തെ കാത്തിരിക്കുകയാണെന്ന്. ഇതേസമയം മാത്യു സ്ട്രീറ്റിലേക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന ആ സ്യൂട്ടുമായിട്ട് തിരിച്ചു വരികയായിരുന്നു. അപ്പോഴേക്കും അവിടെ ഒരു സ്കൂട്ടർ കിടക്കുന്നതുണ്ട്. ഒട്ടും സമയമില്ലാത്ത മാത്യു ആ സ്കൂട്ടറും എടുത്ത് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് മടങ്ങി. പെട്ടെന്ന് ഒരു കുട്ടി ആ ബൈക്കിന് നേരെ എടുത്ത് ചാടി. ഇത് കണ്ടത് മാത്യു വണ്ടി വെട്ടിച്ച് നേരെ പോയി വീണു. പെട്ടെന്ന് തന്നെ മാത്യുവിന്റെ ബോധം പോയി. വണ്ടിയിൽ നിന്നും വീണു ബോധം പോയ മാത്യു എണ്ണിക്കുന്നത് അല്പസമയത്തിന് ശേഷമാണ്. അപ്പോഴാണ് മാത്യു അറിയുന്നത് തനിക്ക് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന്. വേദനയും സഹിച്ച് എങ്ങനെയൊക്കെയോ മാത്യു അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ദൂരെ നിന്നും 2 കുട്ടികൾ ഓടി വരുന്നതായിട്ട് മാത്യു കണ്ടു. നോക്കുമ്പോഴാകട്ടെ തന്റെ മകള്. 12 വർഷത്തിന് ശേഷമാണ് മാത്യു തന്റെ മകളെ കെട്ടിപ്പിടിക്കുന്നത്. അപകടത്തിൽ പരിക്ക് പറ്റിയ മാത്യുവിന്റെ ബോധം തന്നെ പോയി. പിന്നീട് മാത്യു കണ്ണു തുറക്കുമ്പോൾ അവൻ കിടക്കുന്നത് തന്റെ മകളുടെ ആ ക്യാപ്സ്യൂൾ റൂമിലാണ്. ഇതോടെ പടം അവസാനിക്കുകയാണ്.